അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് 502, 513, 508, 515, 520 ആൻഡ് 502. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസ് എഴുതാം. നമ്മൾ എക്സ് ഐകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഐസ് ആർ 502, 513, 508, 515, 520, 502. ഇത് മനസ്സിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡി ഐകളെ ഉണ്ടാക്കണം. അപ്പോൾ ഡി ഐകൾ ഉണ്ടാക്കാം. വട്ട് ഇസ് ഡി ഐ? ഡി ഐ ഇസ് ഈക്വൽ ടു നമ്മൾ എക്സ് ഐ മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് മൈനസ് ചെയ്യാം ഇവിടെ. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നോക്കാം. അപ്പോൾ ഏറ്റവും പിന്നെ സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 502 ആണ്. 502 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 520 ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം മിഡിലിൽ വരുന്നൊരു വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്കൊരു 510 നമുക്കതിൻ്റെ ഒറിജിനായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഒറിജിനായിട്ട് എടുക്കാം. അപ്പോൾ 510 ഞാൻ മൈനസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാം കോമൺ ഫാക്ടറൊന്നും ഇല്ലാത്ത ടേമുകളാണ് അല്ലേ. അപ്പം ഡിഫറൻസുകളൊക്കെ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത ടേമുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് മൈനസ് മാത്രം ചെയ്താൽ മതി. എക്സ് ഐ മൈനസ് എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ചെയ്യാൻ കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ എല്ലാത്തിനും 510 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. അപ്പോൾ 502 മൈനസ് 510 മൈനസ് 8, 513 മൈനസ് 510 അപ്പോൾ എത്രയാണ് വരുന്നത്? 3 വരുന്നത് അല്ലേ. 508 മൈനസ് 510 മൈനസ് 2, 515 മൈനസ് 510 5, 520 മൈനസ് 510 10, 502 മൈനസ് 510 എഗെയിൻ മൈനസ് 8 അല്ലേ. അപ്പോൾ ഡി ഐകൾ കിട്ടി. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീൻ കാണണമെങ്കിൽ ആദ്യം ഡി ഐകളുടെ അരിത്മെറ്റിക് മീൻ കാണാം. അപ്പോൾ ഡി ബാർ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. വാട്ട് ഈസ് ഡി ബാർ? ഡി ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഐ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എൻ എത്രയാണ്? ഇവിടെ 6 സെറ്റ് ഓഫ് വാല്യൂസ് ആണുള്ളത്. എൻ ഇസ് ഈക്വൽ ടു 6 അല്ലേ. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഡി ഐ കാണാം. സമ്മേഷൻ ഡി ഐ, സമ്മേഷൻ ഡി ഐ ഇസ് ഈക്വൽ ടു നോക്കാം. നമുക്ക് ഇവിടെ മൈനസുകൾ എത്രയുണ്ട്? -2 -8 -2 -10 -8. അപ്പോൾ എത്രയാണ് വരുന്നത്? -18 വരും. പ്ലസ് വാല്യൂസ് എത്രയാണ് വരുന്നത്? 3 + 5 + 10 + 18. അപ്പോൾ സം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡി ബാർ എന്താണ്? ഡി ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഐ വിച്ച് ഇസ് 0 ഡിവൈഡ് ബൈ 6 ഇസ് 0. അപ്പോൾ ഇവിടെ സൗകര്യമായി ഡി ബാർ എന്താ കിട്ടിയിരിക്കുന്നത്? 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് എക്സ് ബാർ കാണണം. വാട്ട് ഈസ് എക്സ് ബാർ? എക്സ് ബാർ ഇസ് എ പ്ലസ് സി ഇൻറ്റു ഡി ബാർ ആണ് ചെയ്യാറ്. നമ്മൾ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ എന്ത് മാത്രം മതി? എ പ്ലസ് ഡി ബാർ. കാരണം ഇവിടെ മൈനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു സംഖ്യേനെ, അപ്പോൾ അതിനെ നമ്മൾ പ്ലസ് ചെയ്തു. ദറ്റ് ഈസ് ഈക്വൽ ടു എ ഇസ് 510 പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 510. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ആൻസർ കിട്ടി എളുപ്പത്തിൽ. ഇതല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് ചെയ്താലൊരു പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെയും കൂടി ഒരു മെത്തേഡ് ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തരുന്നത്. അടുത്തത്, അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒബ്സർവേഷൻ എക്സ് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് കൊടുക്കാം. അവരുടെ ഫ്രീക്വൻസികൾ കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതായത് ഓരോ വാല്യൂസും എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതാണ് ഫ്രീക്വൻസി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഞാൻ x1ൻ്റെ f1 എന്നും x2ൻ്റെ f2 എക്സെട്ര xnൻ്റെ fn. അപ്പോൾ എക്സുകളും എഫുകളും ഉണ്ട്, ഒബ്സർവേഷനുകളും ഫ്രീക്വൻസികളുമുള്ള ഡാറ്റയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇവിടെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടോട്ടൽ നമ്മൾ ഫോർമുല ശരിക്കും എന്തുതന്നെയാണ്? സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് നമ്മൾ
ഒറിജിനൽ ആയിട്ടുള്ള ഫോർമുല ഉള്ളത്. അപ്പോൾ ഇവിടെ സമ്മ് കാണണമെങ്കിൽ x1 പറഞ്ഞത് f1 പ്രാവശ്യം വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോർമുല എഴുതുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആകെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടാവും നോക്കാം. ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അത് ഞാൻ ക്യാപിറ്റൽ N എന്ന് കൊടുക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ N? സമ്മേഷൻ എഫ്. ആദ്യം ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്തിട്ട് കാണണം. ആൻഡ് അർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു എഫ് ഐ, അല്ലെങ്കിൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ, എങ്ങനെ വേണമെച്ചാൽ എഴുതാം, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഇതാണ് നമ്മൾ അർത്തമാറ്റിക് മീൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇത് എക്സ് ഐകളാണ്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു കോളം കൂടി കാണണം, എക്സ് ഐ ഇൻറ്റു എഫ് ഐ. ഇവരെല്ലാം ആഡ് ചെയ്തിട്ട് ക്യാപിറ്റൽ N കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വേർ ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി, ഫ്രീക്വൻസികളെല്ലാം കൂട്ടിയതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അർത്തമാറ്റിക് മീൻ കാണുക ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകളിൽ. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അർത്തമാറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ഇവിടെ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസികൾ തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് 12, 18, 20, 25, 30 ആൻഡ് 32. ഫ്രീക്വൻസി 5, 7, 8, 10, 7 ആൻഡ് 3. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാലോ, അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. അപ്പോൾ നമുക്ക് എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാല്യൂസിനെ എഴുതിയിട്ടുണ്ട്. എഫ് ഐ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രീക്വൻസികളെ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയണത് ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു അർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, where ക്യാപിറ്റൽ N ഇസ് ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N കണ്ടുപിടിക്കാം. ഈ ഫ്രീക്വൻസികളെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 40 ആണ്. അപ്പോൾ ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി വിച്ച് ഇസ് 40. ഇനി നമുക്ക് എക്സ് ഐ ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എക്സ് ഐ ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞ കോളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 12 ഇൻറ്റു 5, 60. ഓരോന്നിനെയും ചെയ്യണം. 18 ഇൻറ്റു 7 വിച്ച് ഇസ് 127, 20 into 8, 160, 25 into 10, 250, 30 into 7, 210, 32 into 3, 96. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സ് ഐ എഫ് ഐകൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ സമ്മാണ് വേണ്ടത്, സമ്മേഷൻ എക്സ് ഐ എഫ് ഐകളുടെ സം. അപ്പോൾ ഈ വാല്യൂസിനെ എല്ലാം തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 902 ആണ്. അപ്പം സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഇസ് 902, ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 40. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, 902 വിച്ച് ഇസ് സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N വിച്ച് ഇസ് 40. അപ്പം 902 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്ക് 22.55 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി വരുന്ന ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് അർത്തമാറ്റിക് മീന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർമുലയും കൂടി ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ഡാറ്റ ഇൻഡിക്കേറ്റ് ഡെയിലി ഏർണിങ്സ് ഓഫ് 40 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. കാൽക്കുലേറ്റ് ദ ആവറേജ് ഇൻകം പെർ വർക്കർ. ഇപ്പോൾ ഇവിടെ ഡെയിലി ഏർണിങ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സുമാണ് ഡാറ്റ തന്നിരിക്കുന്നത്. അതായത് ഡെയിലി ഏർണിങ്സ് എന്ന് പറയുന്നതാണ് നമ്മളെ എക്സ് വാല്യൂ. ഏർണിങ്സിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നതാണ് അവരുടെ ഫ്രീക്വൻസി. അപ്പോൾ ഇവരുടെ അർത്തമാറ്റിക് മീനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ ഡെയിലി ഏർണിങ്സ് എക്സ് ഐകൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് എഫ് ഐകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ നമുക്കറിയാം ഫോർമുല അർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ N ഇസ് ദ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വാല്യൂസിനെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 എന്നുള്ള ആൻസറാണ്. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 40. ഇനി വേണ്ടത് എക്സ് ഐ ഇൻറ്റു എഫ് ഐ. അപ്പോൾ എക്സ് ഐ ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വേണം. ഇപ്പോൾ എക്സ് ഐ ഇൻറ്റു എഫ് ഐ ഓരോന്നിലും കാണാം. 5 ഇൻറ്റു 3, 15, 6 ഇൻറ്റു 8, 48, 7 ഇൻറ്റു 12, 84, 8 ഇൻറ്റു 10, 80,
9 into 7 63. അപ്പം ഈ വാല്യൂസാണ് എക്സ് ഐ എഫ് ഐകൾ എന്നിട്ട് കിട്ടിയിരിക്കുന്നത്. അവരുടെ സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു എഫ് ഐ നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവരെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 290 എന്നാണ്. അപ്പോൾ 290 എന്ന് കിട്ടി. അപ്പോൾ therefore arithmetic mean x bar is equal to summation xi fi, which is 290 divided by capital N, which is 40, which is equal to ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.25 എന്ന്. ഇതാണ് ആവറേജ് ഏർണിംഗ് പെർ പേഴ്സൺ. അപ്പോൾ ആവറേജ് ഇൻകം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് എക്സൈകളാണ്. നമുക്ക് എക്സൈകളും ഫ്രീക്വൻസികളും കൂടി ഇവിടെ ഉണ്ടാവും എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡാറ്റ വാല്യൂസ്, അത് എക്സൈകളാണ്. അപ്പോൾ ഇവിടെ എക്സൈകളാണ് ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ. അപ്പോൾ എക്സൈകളെയാണ് നമുക്ക് ചുരുക്കേണ്ടത്. ഫ്രീക്വൻസി നമുക്ക് ചുരുക്കാൻ പറ്റില്ല. എണ്ണം എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ എണ്ണത്തിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. നമ്മൾ എക്സൈകളെയാണ് നമുക്ക് മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ അവരെ നേരത്തെ ചെയ്ത മാതിരി ഡി ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ സി. സി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യും, എന്ത് ചെയ്യും, ഒരു നമ്പർ കോൺസ്റ്റൻറ്റ് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡി ഐകളാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഡി ബാർ കാണും. ഇവിടെ എങ്ങനെയാണ് ഡി ബാർ കാണുക? ഇവിടെ എക്സ് ബാർ കാണുന്നത് എങ്ങനെയാണ്? സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ സമ്മേഷൻ ഡി ഐ ഇൻറ്റു എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. അങ്ങനെയാണ് നമ്മൾ ഡി ബാർ കണ്ടുപിടിക്കുക. എക്സ് ഐകൾ എങ്ങനെ കണ്ടുപിടിച്ചോ, എഫ് ഐ ഇൻറ്റു ഡി ഐ അല്ലെങ്കിൽ ഡി ഐ ഇൻറ്റു എഫ് ഐകളുടെ സം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. ദറ്റ് ഈസ് ഈക്വൽ ടു അതിനൊരു വാല്യൂ കിട്ടിയിരിക്കും. അതിന് ശേഷം നമുക്ക് എക്സ് ബാർ കാണണം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ ഇൻറ്റു സി, സി ഇൻറ്റു ഡി ബാർ. ഈ ഫോർമുല തന്നെയാണ് വരുന്നത്. ഇവിടെയുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി ബാർ കാണാനുള്ള ഫോർമുലയിലാണ്. ഡി ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഐ എഫ് ഐ ബൈ എൻ എന്ന് ചെയ്യും മാത്രമേ ഉള്ളൂ. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. ഇനി നമുക്ക് എർത്തമാറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസും കൂടി നോക്കാം. എർത്തമാറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത അവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസികളും ആയിരിക്കും തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് ഇപ്പം 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെയാണ് നമ്മളെ ക്ലാസ്സുകൾ. നമുക്ക് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇപ്പോൾ 2, 3, 4 ഇതാണ് ഫ്രീക്വൻസി. ഇങ്ങനത്തെ ഡാറ്റയിലും എർത്തമാറ്റിക് മീൻ കാണാനുള്ള ഫോർമുല ഫ്രീക്വൻസി ഡാറ്റ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിലുള്ള അതേ ഫോർമുല തന്നെയാണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇതേ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ പക്ഷേ എന്താണ് എക്സൈകൾ? എക്സൈകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. മിഡ് വാല്യൂസ് ഓഫ് ദി ക്ലാസ്സസ്, അതിനെ നമ്മൾ എക്സ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മിഡ് വാല്യൂ എന്തായിരിക്കും? 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എത്രയായിരിക്കും? 10 plus 20 ഡിവൈഡ് ബൈ 2 15 ആയിരിക്കും. ഇപ്പോൾ 20 to 30 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എത്രയാണ്? 25 ആയിരിക്കും. 30 to 40 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 35 ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഏതുപോലെയായി? ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് മാതിരിയായി ഇവിടെ എക്സ് ഐകളും എഫ് ഐകളും ഉണ്ട്. പിന്നെ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. അപ്പോൾ അതേ ഫോർമുല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ തന്നെ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് ഈ എക്സാമ്പിളിൽ. അപ്പോൾ എക്സ് ഐകളായി ഫ്രീക്വൻസികളായി എക്സ് ഐകളായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? എക്സ് ഐ ഇൻറ്റു എഫ് ഐ 2 into 15 30, 3 into 25 75, 4 into 35 140 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ ആഡ് ചെയ്ത് നോക്കാം. സമ്മേഷൻ എക്സ് ഐ എഫ് ഐ 140 പ്ലസ് 75 215 വരും. 215 പ്ലസ് 30 അല്ലേ 245 ആൻഡ് സമ്മേഷൻ എഫ് ഐ ദറ്റ് ഈസ് ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 245 ഡിവൈഡഡ് ബൈ 9.
ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് എക്സ് ബാർ.